ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് നോക്കൂ. അവിടെ എല്ലാ ആളുകൾക്കും അവരവരുടെ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കുന്നത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി മാറുന്ന, പണമുള്ളവൻ ആധിപത്യമുള്ളവനായി മാറുന്ന, അധികാരമുള്ളവൻ എല്ലാം തന്റെ കീഴിലാണ്, അതുകൊണ്ട് അവകാശങ്ങളെ ഒന്നും താൻ പരിഗണിക്കേണ്ടതില്ല എന്ന് കരുതുന്ന സാഹചര്യമല്ല പരിശുദ്ധമായ ദീനിലുള്ളത്. പരിശുദ്ധമായ ദീനിന്റെ കീഴിൽ ഭരണാധികാരിക്ക് അവകാശങ്ങളുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ കീഴിൽ ഭരണീയരായ പ്രജകളായ ആളുകൾക്ക് അവകാശമുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ കീഴിൽ മാതാപിതാക്കൾക്ക് അവകാശങ്ങളുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ കീഴിൽ മക്കൾക്ക് അവകാശങ്ങളുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ കീഴിൽ ഭാര്യയ്ക്ക് അവകാശങ്ങളുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ കീഴിൽ ഭർത്താവിന് അവകാശങ്ങളുണ്ട്. ഓരോ മേഖലയിലുമുള്ള ഏതെല്ലാം വിധത്തിലുള്ള മനുഷ്യരുണ്ടോ അവർക്കെല്ലാം, ഈ ഭൂമിക്കും ഇവിടുത്തെ സൃഷ്ടിജാലങ്ങൾക്കുമെല്ലാം അവരവരുടെ അവകാശങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തുകയും വകവെച്ചു കൊടുക്കുകയും ചെയ്ത മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ച മനോഹരമായ അധ്യാപനങ്ങളെ നമുക്കൊരുപാട് വായിക്കാനുണ്ട്. ഇന്നത്തെ ദിവസം മെയ് 1 ലോക തൊഴിലാളി ദിനമായി 1890 മുതൽ ലോകം ആഘോഷിച്ചു വരുന്ന ദിവസമാണ്. ലോകത്തുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അവരുടെ മാനുഷികമായ പരിഗണനകൾ, വേതനങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ, ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലെ തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ ക്ഷേമവും ഐശ്വര്യവും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് 1890-കൾ മുതൽ അതിനു മുന്നോടിയായി ആരംഭിച്ച പ്രക്ഷോഭങ്ങളുടെ എല്ലാം ഒടുക്കമെന്നവണ്ണം തൊഴിലാളികളുടെ സ്വാതന്ത്ര്യവും അംഗീകാരവും എല്ലാം ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന മനോഹരമായ ഒരു ദിവസം വിധാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ദിവസം ലോകത്തിന്റെ മുമ്പിലുള്ളത്, വിവിധ രാജ്യങ്ങളിൽ പൊതു അവധിയായ ദിവസമാണ് മെയ് ദിനം, തൊഴിലാളികളുടെ ദിവസം. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരൂ. അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരൂ. ഇസ്ലാം പഠിപ്പിക്കുന്ന മനോഹരമായ അധ്യാപനങ്ങളിലേക്ക് വരൂ. അവിടെയെല്ലാം നമുക്ക് പഠിക്കാനും പകർത്താനും അറിയാനും ചില പാഠങ്ങൾ ബാക്കിയുണ്ട്. മഹാനരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, മഹാനായ സയ്യിദുനാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അന്ന് മിസ്റിന്റെ ഗവർണറാണ്. ആ രാജ്യത്തിന്റെ ഗവർണർ പദവി അലങ്കരിക്കുന്നതിന്റെ ഇടയിൽ തന്റെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിരന്തരമായി കത്തുകൾ എഴുതുമായിരുന്നു. സാമൂഹിക അന്തരീക്ഷം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് പഠിക്കാനും വായിക്കാനുമുള്ളതാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കത്തുകൾ. ആ കത്തുകളിൽ ഒന്ന് അവസാനിക്കുന്നത് കാണാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് മഹാനായ സയ്യിദുനാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റോമക്കാരായ പേർഷ്യക്കാരായ ആളുകളുടെ കൂടെ തൊഴിൽ ചെയ്യുന്ന അവരുടെ സാമ്രാജ്യങ്ങളിലെ തൊഴിലാളികളായ മനുഷ്യർ, അവരുടെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്, അവരുടെ ന്യായങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്, അവരുടെ കൂലി നിഷേധിക്കപ്പെടുന്നുണ്ട്. ഏതു കാലത്താണ്? 6-ാം നൂറ്റാണ്ടിൽ മനുഷ്യന്റെ അവകാശങ്ങളെ ചങ്ങലക്കിട്ട് അടിമക്കമ്പോളങ്ങളിൽ വിൽക്കപ്പെടുന്ന കാലത്താണ് ഗവർണറായ അംർ ഇബ്നുൽ ആസ് എന്ന മക്കക്കാരനായ സ്വഹാബി തന്റെ ചുറ്റുഭാഗത്തുമുള്ള തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് മദീനയിലേക്ക് കത്തെഴുതുന്നത്. ഓ ഖലീഫ, നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന റോമാ സാമ്രാജ്യത്തിലെയും പേർഷ്യൻ സാമ്രാജ്യങ്ങളിലെയും ഒക്കെ തൊഴിലാളികളായ പാവപ്പെട്ട മനുഷ്യരില്ലേ, ആ പാവപ്പെട്ട മനുഷ്യർ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അവരുടെ ജോലിയും അവരുടെ വിയർപ്പും അവരുടെ വേതനവും തടയപ്പെട്ടിരിക്കുന്നു. അവർക്ക് മാന്യമായ അവകാശങ്ങൾ ലഭിക്കുന്ന പോലുമില്ല. ആ കത്തുകളുടെ അവസാനത്തിൽ എഴുതിയത് കാണാം, അള്ളാഹുവിന്റെ കാരുണ്യം അർഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ, അവർ തേനീച്ചകളെ പോലെ ആർക്കോ വേണ്ടി പണിയെടുക്കുക
കൊടുക്കുകയാണ്. അവർക്കാകട്ടെ അതിന്റെ വിഹിതമൊന്നും ലഭിക്കുന്നതില്ല. അവർ ചെയ്യുന്ന അധ്വാനങ്ങൾക്ക് മതിയായ ഒരു സൗകര്യങ്ങളും അവർക്ക് ലഭിക്കാത്തവണ്ണം തേനീച്ചകൾ തേൻ സ്വരുക്കൂട്ടുമ്പോ ജനങ്ങൾ അത് എടുത്തുകൊണ്ടുപോകുന്നത് പോലെ അവര് ചെയ്യുന്ന ജോലി, അവരുടെ അധ്വാനം, അവരുടെ കഷ്ടപ്പാട് വിലമതിക്കാനാകാതെ പോകുന്നുണ്ടെന്ന്, ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് സയ്യിദുനാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്ലാം തൊഴിലാളിയുടെ അവകാശത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് 1890-കളിൽ 1846-കളിൽ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട തൊഴിലാളി പ്രക്ഷോഭങ്ങളുടെ പിന്നാലെയല്ല. ലോകത്ത് വളർന്നു വന്ന വ്യവസായങ്ങളുടെ മറവിൽ പലരെയും ചൂഷണം ചെയ്തുകൊണ്ട് തൊഴിലാളികളുടെ അധ്വാനങ്ങളെ ചൂഷണം ചെയ്ത മുതലാളിമാരുടെ നടുവിലല്ല. 6-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അവകാശങ്ങളെ കാണാം. പരിശുദ്ധമായ ദീൻ പറയുന്ന അവകാശങ്ങളെ കാണാം. മഹാനരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ സ്വഹാബിമാരിൽ നിന്നൊരാൾ അബൂ ത്വയ്ബ എന്നവർ മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജാമ ചെയ്തു കൊടുത്തു. ഹബീബായ നബി തങ്ങൾ നേതാവാണ്, അനിഷേധ്യനായ നേതാവാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജാമ ചെയ്തു കൊടുത്ത മഹാനായ സ്വഹാബിക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിഫലമായി കാരയ്ക്ക നൽകുകയാണ്. ഒരു സാഅ കാരയ്ക്ക മഹാനായ അബൂ ത്വയ്ബയുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, നബിയെ, ഇത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലമാണിതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. കൂലിക്ക് വിളിച്ച തൊഴിലാളികളല്ലാത്ത, ആ കാലത്തെ തൊഴിലാളികളോ കൂലിപ്പണിക്കാരോ അല്ലാത്ത ഓരോ വീടുകളിലും അടിമകളായി ജീവിക്കുന്ന മനുഷ്യർ, ആ അടിമകളായി ജീവിക്കുന്ന മനുഷ്യരോട് നിങ്ങൾ കാണിക്കേണ്ട മാന്യതയെക്കുറിച്ച്, മാനവികതയെക്കുറിച്ചെല്ലാം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ഭക്ഷണം ശ്രദ്ധിക്കണമെന്ന്, അവരുടെ വസ്ത്രം ശ്രദ്ധിക്കണമെന്ന്, അവരെ കൊണ്ട് സാധ്യമല്ലാത്ത ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ലെന്ന്, അവരെ നിങ്ങൾ സഹായിച്ചു കൊടുക്കണമെന്ന്, അവരും മനുഷ്യരാണെന്ന് മാനവികതയുടെ മഹത്വമേറിയ സന്ദേശം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, നിങ്ങളെപ്പോലെയുള്ള സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെയൊക്കെ കീഴിൽ ജോലി ചെയ്യുന്ന ധാരാളം തൊഴിലാളികളുണ്ട്. എന്നെ കേൾക്കുന്നവരിൽ അധികവും മുതലാളിമാരായ ആളുകളാണ്. മുതലാളിമാർക്ക് അവകാശമുണ്ട്, തൊഴിലാളികൾക്കും അവകാശമുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കുക എന്നുള്ളത് മുസ്ലിമായ മുതലാളി മതപരമായി ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണമെന്ന ചിന്ത വേണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ കാര്യത്തിൽ എന്നെ ചോദ്യം ചെയ്യുമെന്ന വിചാരം വേണം. നമ്മുടെ കീഴിൽ പണിയെടുക്കുന്നവർ അവർ മനുഷ്യരാണെന്ന മാനുഷികമായ ബോധം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം. മാന്യമായ വേതനം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്റെ അനുചരനാണ്. ഒരു പക്ഷേ വേതനം കൊടുത്തില്ലെങ്കിൽ പോലും, പൈസ കൊടുത്തില്ലെങ്കിൽ പോലും ചോദിക്കുകയില്ല, പൊരുത്തമില്ലാതിരിക്കുകയില്ല, സന്തോഷമേ ഉള്ളൂ. എന്നിട്ടും ആ സ്വഹാബിക്ക് നബി തങ്ങൾ വേതനം കൊടുക്കുകയാണ്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അർഹതപ്പെട്ട വേതനം ഒരിക്കൽ പോലും പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഒരു നാട്ടിൽ ഒരു ജോലിക്ക് കൊടുക്കുന്ന കൂലി എത്രയാണോ ആ കൂലിയുടെ മാന്യത അനുസരിച്ചായിരിക്കണം ജോലിക്ക് നൽകേണ്ടത്. അതിൽ നിന്നൊക്കെ കുറച്ചുകൊണ്ട് ഒരാളുടെ അധ്വാനത്തിന് സാധാരണയായി നാട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ കൂലിയാണ് കൊടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ള പൈസ ഉണ്ടല്ലോ, അത് റിബയുടെ, പലിശയുടെ പരിധിയിൽ വരുമെന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മിൽ നിന്ന് ആരെല്ലാം ജോലി ചെയ്യുന്നവരുണ്ടോ ആ ജോലി ചെയ്യുന്നവരുടെ വേതനങ്ങളെ കൃത്യമായി നൽകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സർവലോക തൊഴിലാളികളെ സംഘടിക്കുവീൻ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ലോകം കേട്ട ഉന്നതമായ മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. കാറൽ മാർക്സിന്റെ, എംഗൽസിന്റെ ആ വർത്തമാനം പിറന്നിട്ട് 178
കൊല്ലമേ ആയിട്ടുള്ളൂ. 1400 കൊല്ലങ്ങൾക്കപ്പുറം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, തൊഴിലാളികളുടെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവരുടെ വേതനം നൽകണമെന്ന്, അവരുടെ കൂലി നൽകണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസ് കാണാം. എത്ര മനോഹരമായ വർത്തമാനമാണ്. അവരധ്വാനിച്ചതിന്റെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവർക്കുള്ള വേതനം നൽകണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊഴിലാളികൾക്ക് നീ ഇളവ് ചെയ്തു നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നിന്റെ തുലാസിലും മീസാനിലും അതിന് പ്രതിഫലം നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊഴിലാളികളോട് കാണിക്കുന്ന കാരുണ്യം അത് പരലോകത്ത് ഉപകാരപ്പെടുമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര മനോഹരമായ ദർശനമാണ്. അവിടെയും അല്ലാഹുവിന്റെ മതം പഠിപ്പിക്കുന്ന ഉന്നതമായ ഒരു വാചകം കൂടി അതിനോട് ചേർത്ത് വെക്കാനുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജോലിക്കാർ, നിങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്ന ആളുകൾ നിങ്ങളുടെ സഹോദരങ്ങളാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് പെരുമാറുമ്പോൾ ആ മാനദണ്ഡം നിങ്ങളിൽ ഉണ്ടാകണം. ലോകത്താരെങ്കിലും ഇങ്ങനെ ഒരു വർത്തമാനം ചരിത്രത്തിന്റെ ചുവരിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഈ മെയ് ദിനത്തിൽ ലോകത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചിന്തിക്കൂ, നിങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്ന ആളുകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ മാനവികതയുടെ മനുഷ്യരൂപങ്ങളെന്ന് അവതരിപ്പിച്ച ഒരാൾ പോലും ഈ വർത്തമാനം പറഞ്ഞിട്ടില്ല. സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവീൻ എന്ന് പറഞ്ഞു വെച്ചവരും പറഞ്ഞിട്ടില്ല. ലോകത്ത് തൊഴിലാളിയുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞ ആരും തന്നെയും ഏതെങ്കിലും ഒരു മുതലാളിയോട് അത് നിന്റെ സഹോദരനാണ് എന്ന വർത്തമാനം പറഞ്ഞിട്ടില്ല. നിന്റെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളി നിന്റെ സഹോദരനാണ്. സഹോദരന്റെ സ്ഥാനത്ത് നിർത്തിയാണ് അവനെ കാണേണ്ടത്. അവന്റെ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കണം. വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. അവനോട് ചെയ്യുന്ന കാരുണ്യം നാളെ പരലോകത്ത് ഉപകാരം കിട്ടാനുള്ളതാണ്. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം തൊഴിലാളികളുടെ വർത്തമാനം പറഞ്ഞു തുടങ്ങിയത് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനങ്ങളിലാണ്, 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭങ്ങളിലാണ്. നമ്മുടെ നാടുകളിലൊക്കെയുമുള്ള ചരിത്രം അങ്ങനെയല്ലേ? ചെയ്യുന്നതിന് മതിയായ കൂലി കിട്ടാതെ ജന്മിമാരിൽ നിന്ന്, പ്രഭുക്കന്മാരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മാത്രം കൈപ്പറ്റിക്കൊണ്ടുപോയവരായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന പാഠങ്ങളിലേക്ക് തിരിച്ചു വരൂ. മുസ്തഫായ നബി തങ്ങളുടെ ദർശനത്തിന് ലോകത്തെത്ര പ്രസക്തിയാണുള്ളത്. മഹാനരായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജോലിക്കാരനെ തല്ലുന്ന നേരത്താണ് ആ വഴിയിലൂടെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോകുന്നത്. തന്റെ ജോലിക്കാരനെ മർദ്ദിച്ചുകൊണ്ടിരുന്ന അബൂ മസ്ഊദിന്റെ അടുത്തേക്ക് നബി തങ്ങൾ കടന്നു ചെല്ലുകയാണ്. ഓ അബൂ മസ്ഊദ്, ആ കയ്യിലുണ്ടായിരുന്ന വടി വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ എറിഞ്ഞു കളഞ്ഞിട്ട് പറഞ്ഞു, ഓ അബൂ മസ്ഊദ്, നിങ്ങളെ അല്ലാഹു തആല വിചാരണ ചെയ്യും. താങ്കൾ ഈ മനുഷ്യനെ ഉപദ്രവിക്കുകയാണല്ലോ, ഇവനെ അടിക്കുന്ന നിങ്ങളെയും അല്ലാഹു വിചാരണ ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ ആ വർത്തമാനം കേട്ടുകൊണ്ട് മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചെയ്തു പോയ തെറ്റിൽ നിന്ന് മടങ്ങുകയാണ്, മാപ്പ് ചോദിക്കുകയാണ്. സ്വന്തം തൊഴിലാളിയെ അടിച്ചുകൊണ്ടിരുന്നയാളിനോടും നബി തങ്ങൾ പറഞ്ഞ അവകാശം അല്ലാഹുവിന്റെ മുമ്പിൽ പിടിച്ചു നിർത്തപ്പെടും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന അസാമിൽ നിന്ന്, ബംഗാളിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ഝാർഖണ്ഡിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകളില്ലേ, അവരെ നമ്മൾ നല്ലതുപോലെ പരിഗണിക്കേണ്ടവരാണ്. അവരുടെ അവകാശങ്ങളിൽ ലംഘനമുണ്ടായാൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന വിചാരം വേണം. അവർക്ക് മതിയായ വേതനം നൽകിയില്ലെങ്കിൽ റബ്ബ് പിടിച്ചു നിർത്തുമെന്ന വിചാരം വേണം. അവരുടെ വിയർപ്പിൽ നിന്ന് നിങ്ങൾ പിടിച്ചു വെച്ചാൽ അത് പലിശയുടെ അംശത്തിലേക്ക് മാറുമെന്ന ചിന്ത നമ്മുടെ കൽബിൽ വേണം. ഇസ്ലാം മാനവികതയുടെയും നീതിയുടെയും മതമാണ്. കണ്ടില്ലേ, 2 ദിവസം മുമ്പ് ഒരു തൊഴിലാളി ഉടമസ്ഥന്റെ കീഴിലെത്തുന്നതോടുകൂടി ആ തൊഴിലാളിയുടെ മാനവികമായ കാര്യങ്ങളൊക്കെയും പരിഗണിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. ആലപ്പുഴ ജില്ലയിൽ ബീഹാറിൽ നിന്ന് വന്ന തൊഴിലാളിയുടെ സൈക്കിളിന്റെ പിറകിലിരുന്ന ഭാര്യ മരണപ്പെട്ട് താഴേക്ക് വീണ് മരണപ്പെട്ടിട്ട് അവരുടെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയാതെ ഹോസ്പിറ്റൽ വരാന്തയിലിരുന്ന് കരഞ്ഞ അദ്ദേഹത്തിന്റെ ചിത്രം നമ്മളെല്ലാവരും കണ്ടതാണ്. 3 പിഞ്ചോമന മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഹോസ്പിറ്റൽ വരാന്ത
വരാന്തയിലിരുന്ന് ഞാൻ എങ്ങനെയാണ് നാട്ടിലേക്ക് പോവുക എന്നറിയാതെ കരഞ്ഞുകൊണ്ടിരുന്ന ആ മനുഷ്യന്റെ ചിത്രം നമ്മളെല്ലാവരും കണ്ടതല്ലേ. അവിടെയെല്ലാം നമുക്ക് പഠിക്കാനും പകർത്താനുമുള്ളത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായിരുന്നു മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ റബീഅ എന്നവർ കടന്നു വരുമ്പോൾ ചോദിക്കുകയാണ്, റബീഅ നിങ്ങൾക്ക് വിവാഹം ചെയ്യണ്ടേ മോനെ? വിവാഹപ്രായമെത്തിയല്ലോ, വിവാഹം ചെയ്യണ്ടേ? അവരുടെ അവകാശങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുകയാണ്. ഉടനെ റബീഅയുടെ വർത്തമാനം പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് വിവാഹം കഴിക്കാൻ ഉദ്ദേശമില്ല നബിയെ. ഒന്നാമതായി എന്റെ മനസ്സിലുള്ള വലിയൊരു സങ്കടം, ഞാൻ വിവാഹം ചെയ്താൽ അല്ലാഹുവിന്റെ റസൂലെ പിന്നെ എനിക്ക് അങ്ങയെ ഇങ്ങനെ വന്ന് സേവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, അങ്ങയുടെ ഖാദിമായി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിലോ, അങ്ങയിൽ നിന്ന് എന്നെ അകറ്റുന്ന ഒരു കാര്യവും എനിക്ക് ആവശ്യമില്ല നബിയെ. എനിക്കൊരു കുടുംബം നടത്താൻ ആഗ്രഹമില്ല നബിയെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അവിടുന്ന് പറഞ്ഞതിനു ശേഷം ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു ആലോചിച്ചു, മുസ്തഫായ നബി തങ്ങൾ എന്നോട് ചോദിച്ചതാണല്ലോ, ഇനി ഒരിക്കൽ കൂടി ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും കണ്ടപ്പോ ചോദിച്ചു, റബീഅ വിവാഹം ചെയ്യുന്നില്ലേ മോനെ? ഉടനെ പറഞ്ഞു, എന്റെ ഖൈർ എന്താണെന്ന് അല്ലാഹുവിനും റസൂലിനുമല്ലേ അറിയുക, അങ്ങ് തീരുമാനിക്കൂ നബിയെ, ഞാൻ വേണ്ട പോലെ ചെയ്തു കൊള്ളാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻസാരിയായ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് പോകൂ, അവിടെ വിവാഹപ്രായമായ മകളുണ്ട്, അവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ പറഞ്ഞു എന്ന് ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബിയെ പറഞ്ഞയക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വിവാഹം ചെയ്തു തരാൻ എന്ന് പറയൂ. ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ എത്രയാണ് സംഭവങ്ങൾ ചരിത്രത്തിലുള്ളത്. മുസ്തഫായ നബി തങ്ങളെ പരിചരിക്കാൻ വരുന്ന ഒരു ജൂതനായ ബാലനുണ്ടായിരുന്നു. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ നന്മകൾ നാം എപ്പോഴും ലക്ഷ്യം വെക്കേണ്ടവരാണ്. അവരെ നല്ലവരായിരിക്കാൻ നാം ആഗ്രഹിക്കേണ്ടവരാണ്. മുസ്ലിമീങ്ങളാണോ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം നമുക്കൊക്കെ കമ്പനികൾ ഉള്ളവരല്ലേ? മുസ്ലിമീങ്ങളായ തൊഴിലാളികളാണോ അവരോട് നിസ്കാരം കൊണ്ട് നാം പറയേണ്ടവരാണ്, നിസ്കരിക്കണമെന്ന് അവരെ ഉണർത്തി കൊടുക്കേണ്ടവരാണ്, സൗകര്യം ചെയ്തു കൊടുക്കേണ്ടവരാണ്. ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന് കീഴ്പ്പെടാത്ത, അള്ളാഹുവിന് വിധേയപ്പെടാത്ത, അള്ളാഹുവിന് ശുക്ർ ചെയ്യാത്ത ഒരു പണിക്കാരൻ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിക്കുമെന്ന് നാം എപ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആ വിചാരം തെറ്റല്ലേ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് അവൻ നിസ്കാരം നിലനിർത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സംവിധാനം വേണം. അവരുടെ ഇബാദത്തുകൾ മുടങ്ങിപ്പോകാതെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവരെ തൊട്ട് നന്മയെ ആഗ്രഹിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു യഹൂദിയായ ജൂതനായ ഒരു ബാലനുണ്ടായിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്നുണ്ട്. ധാരാളം ഹദീസുകളിൽ കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിക്കുകയാണ് ഒരു ദിവസം, എവിടെയാണ് ആ കുട്ടിയുള്ളത്? കാണുന്നില്ലല്ലോ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ച നേരത്ത് ആളുകൾ പറഞ്ഞു, അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്. ആ കുട്ടി രോഗിയാണ് എന്ന് അറിഞ്ഞ ഉടനെ, ആ കുട്ടി രോഗിയാണെന്നറിഞ്ഞ ഉടനെ ആ വീട്ടിലേക്ക് പോയി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുമ്പോൾ ആ കുട്ടി മരണശയ്യയിലാണ്. ആ കുട്ടിയുടെ തലഭാഗത്ത് അവിടെ ഇരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചൊല്ലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാം സ്വീകരിക്കുമോനെ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുണ്ടല്ലോ അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വാപ്പയിലേക്ക് നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാപ്പയിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ എന്തു ചെയ്യണം എന്ന് നോക്കുന്ന സമയത്ത് ആ വാപ്പ പറഞ്ഞു, അത്ഇഅബൽ ഖാസിം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റൂ. ഉടനെ ആ കുട്ടി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൊണ്ട് തലോടുകയാണ്. അല്ലാഹുവേ, ഈ മോനെ നീ നരകത്തിൽ നിന്ന് രക്ഷിച്ചല്ലോ. മരണശയ്യയിൽ കിടന്ന ജൂതനായ പരിചാരകന്റെ അടുത്തുപോയിരുന്ന ആ കുട്ടിക്ക് ഇസ്ലാമാകുന്ന, സ്വർഗമാകുന്ന മനോഹരമായ അത്യുന്നതമായ അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ മനോഹരമായ ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, അന്ത്യനാളിൽ ഞാൻ 3 ആളുകൾക്കെതിരായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിൽ വരുമ്പോൾ ഞാൻ 3 ആളുകൾ
ആളുകളുടെ എതിർപക്ഷത്തായിരിക്കും. അതിൽ ഒന്നാമത്തെയാൾ എന്റെ പേരിൽ കരാറ് ചെയ്തിട്ടത് അത് പാലിക്കാതെ പോയ ആളാണ്. രണ്ടാമത്തെയാൾ സ്വതന്ത്രനായ ഒരാളെ അടിമയാക്കി വിറ്റുകളച്ചയാളാണ്. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം. മൂന്നാമത്തെയാൾ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച ശേഷം അതിന്റെ പ്രതിഫലം നൽകാത്തവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവന് നാളെ ഖിയാമത്ത് നാളിലെതിരായിരിക്കും. അള്ളാഹു അവനെതിരെ വാദിക്കുമെന്നും കാണാം. അള്ളാഹുവിന്റെ റസൂലെതിരാകുന്ന ഒരു കൂട്ടം ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചതിനു ശേഷം അതിന്റെ പൈസ നൽകാത്തവർ, അതിന്റെ വിഹിതം നൽകാത്തവർ പല സ്ഥലങ്ങളിലുമില്ലേ? ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പലരെയും ജോലിക്കെടുത്ത് 1 2 മാസം 3 മാസം 4 മാസമൊക്കെ അവരെ ഇരുത്തി ചെയ്യാവുന്ന ജോലികളൊക്കെയും ചെയ്യിപ്പിച്ചതിനു ശേഷം അതിന്റെ വേതനം കൊടുക്കാത്ത മുതലാളിമാരില്ലേ? മതിയായ വേതനം കൊടുക്കാതെ, സാലറി കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുന്നവരില്ലേ? എത്ര വലിയ ഹജ്ജ് ചെയ്ത മുതലാളിയാണെങ്കിലും, എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും, എത്ര വലിയ സ്ഥാപനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നവരാണെങ്കിലും, എന്തെല്ലാം നന്മ ചെയ്യുന്നെങ്കിലും അറിഞ്ഞു വെച്ചോളൂ, പറഞ്ഞതിനു ശേഷം കൃത്യമായ വിഹിതം നൽകാതെ ജോലിക്കാരനെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ നാളെ അള്ളാഹുവിന്റെ റസൂൽ നിനക്കെതിരാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവും അവനെതിരെ വാദിക്കുന്ന ഒരു രംഗം നാളെ മഹ്ശറയിൽ വരാനുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളികളും ശ്രദ്ധിക്കണം. തങ്ങളെ വിശ്വസിച്ച് ജോലി ഏൽപ്പിച്ച മുതലാളിമാരെ വഞ്ചിക്കുന്ന ശൈലി ഉണ്ടാകാൻ പാടില്ല. തൊഴിൽ ദിനമായതുകൊണ്ടാണ് തൊഴിലാളിയെ കുറിച്ച് പറഞ്ഞത്. മുതലാളിമാരെ വഞ്ചിക്കുന്നവർ, പറഞ്ഞ ജോലി പറഞ്ഞതുപോലെ തീർത്തു കൊടുക്കാത്തവർ, അതിൽ അലസത കാണിച്ചവർ, അതിൽ ലാഭം പിടിക്കാൻ വേണ്ടിയിട്ട് നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തവർ, അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാനുള്ളതാണ് ഇതെല്ലാം എന്ന ചിന്ത നമ്മുടെ കൽബിൽ വന്നാൽ തൊഴിലാളിയും ഉടമയും തമ്മിലുള്ള ബന്ധം അത് പരലോകത്തേക്കുള്ള ബന്ധമാണ്. അവിടെയാണ് ഇസ്ലാം വ്യത്യസ്തമാകുന്നത്. ദുനിയാവിന്റെ ബന്ധമല്ല, ദുനിയാവിൽ അവസാനിക്കുന്ന ചർച്ചകളല്ല ഇസ്ലാമിലുള്ളത്. തൊഴിലാളിയോട് അനീതി ചെയ്താൽ ഇവിടുത്തെ സംവിധാനങ്ങൾ പിടിച്ചു നിർത്തുമെന്നല്ല, സമരങ്ങളിലൂടെ പൂട്ടിക്കെട്ടിക്കുമെന്നല്ല, നാളെ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്നാണ്. അള്ളാഹു പിടിച്ചു നിർത്തുമെന്നാണ്, അള്ളാഹു തആല കൈകാര്യം ചെയ്യുമെന്നാണ്, ഹബീബായ നബി തങ്ങളെതിരായി വരുമെന്നാണ് ഹദീസുകളൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ധാരാളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണല്ലോ. ആരോ ആയിക്കൊള്ളട്ടെ, ഏതു മതത്തിൽപ്പെട്ടവനോ ആയിക്കൊള്ളട്ടെ, ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ വേതനം നൽകി അവരുടെ കണ്ണീര് നമ്മുടെ ചോറിൽ വീഴാതെ, അവരുടെ കണ്ണീര് നമ്മുടെ മക്കളുടെ സമ്പാദ്യങ്ങളിൽ കലരാതെ ശ്രദ്ധിക്കണമെന്ന് ഈ നാട്ടുകാരായ നമ്മളൊക്കെയും ശ്രദ്ധിക്കുന്ന ആളുകളാണ്. എന്നിരുന്നാൽ തന്നെയും അവകാശങ്ങൾ വലുതാണെന്ന്, മറ്റൊരാളിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനേക്കാൾ വലിയ അക്രമമില്ല എന്നുള്ള ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ തൊഴിലിനും മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. സയ്യിദുനാ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം കർഷകനായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം ആശാരിപ്പണി ചെയ്ത് ജീവിച്ചിരുന്നു, ഇരുമ്പിന്റെ പണി ചെയ്ത് ജീവിച്ചിരുന്നു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിനെ മേയിച്ചിരുന്നു. എത്രയോ നബിമാരാണ് ആടിനെ മേയിച്ച് ഉപജീവന മാർഗം നടത്തിയിട്ടുള്ളത്. അങ്ങനെ പല തൊഴിലുകളും ചെയ്തവരുണ്ട്. ചെറുപ്പക്കാരെ, വൈറ്റ് കോളർ ജോബുകൾ മാത്രമല്ല, ഓഫീസുകളിൽ AC മുറികളിൽ മാത്രമുള്ള ജോലിയല്ല, മുതലാളിയായി മാത്രമുള്ള ജോലിയല്ല, ഏത് ജോലി ചെയ്താലും അതിന് വലിയ കൂലിയുണ്ട്. തൊഴിലാളിയായി കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്നതിന്റെ പ്രതിഫലം വലുതാണ്. കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കാൻ, ഹലാലായ ഭക്ഷണം തേടി രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ ആ പോകുന്നതിന് ധർമ്മസമരത്തിന്റെ, ജിഹാദിന്റെ പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ പണിക്ക് പോകുമ്പോൾ ചിന്തിക്കുക, ഞാൻ ഈ പണി ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു എനിക്ക് വേറൊരു കൂലി തരാനുണ്ട്, കുടുംബം പോറ്റാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതിന്. അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് മരിക്കാൻ ഇഷ്ടപ്പെടുന്ന വേദികളിൽ ഒന്ന് ഞാൻ എൻ്റെ കുടുംബത്തിനു വേണ്ടി ഉപജീവന മാർഗം അന്വേഷിച്ചു കൊണ്ടിരിക്കെ മരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ കുടുംബം പോറ്റാൻ ജോലി ചെയ്യാന്നുള്ളത് ചെറിയ കാര്യമല്ല, അത് വലിയ കൂലിയുള്ള കാര്യമാണ്. അത് ഏത് ജോലിയാണെങ്കിലും മഹത്തരമുള്ള കാര്യമാണ്. ഇന്ന ജോലിയെ ഞാൻ ചെയ്യൂ എന്നുള്ള കാഴ്ചപ്പാടൊന്നും
പണമൊന്നും വേണ്ട, മറിച്ച് നമ്മെക്കൊണ്ട് പറ്റാവുന്ന ജോലികളൊക്കെയും നാം ചെയ്യുകയും അതിനൊക്കെ മഹത്വമുണ്ട്, ഒരു ജോലിയും കുറവല്ല എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരുടെ അവകാശങ്ങളെ സ്ഥാപിച്ചു കൊടുക്കുക. അവർക്ക് വേണ്ടി അല്ലാഹു തആല നമ്മോട് നാളെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥയുണ്ടാകുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. ഒരാളുടെയും കഴിവിനപ്പുറം ജോലി ചെയ്യാൻ അയാളെ നിർബന്ധിക്കാതിരിക്കുക, അവരുടെ അവകാശങ്ങളെ സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മതത്തിന്റെ ഭാഗമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഈ തൊഴിൽ ദിനത്തിൽ ആരും പറയാതെ പോകുന്ന ഒരു തൊഴിലാളികളാണ്. എത്ര മണിക്കൂറാണ് വീട്ടിലെ സ്ത്രീകൾ അടുക്കളയിൽ, പാചകപ്പുരയിൽ, വസ്ത്രമലക്കുന്ന ഇടത്ത്, എത്ര സ്ഥലങ്ങളിലാണ് അവരുടെ സാന്നിധ്യമുള്ളത്. അവർ ചെയ്യുന്ന ആ ജോലിക്ക് ആരും കൂലി കൊടുക്കാറില്ല. അവർ ചെയ്യുന്ന ആ ജോലിക്ക് ആരും വേതനം കൊടുക്കാറില്ല. അതിലെന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ നമ്മളൊക്കെയും കുറ്റം പറയാറുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ തൊഴിലാളികൾക്ക് 8 മണിക്കൂർ ജോലിയും വിശ്രമവും വിനോദവും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു വിനോദവും ഇല്ലാതെ, വിശ്രമവും ഇല്ലാതെ അവർ ചെയ്യുന്ന ജോലി, അതിന് അല്ലാഹുവിൽ വലിയ പ്രതിഫലമുണ്ട്. ആ ജോലിക്കാരായ നമ്മുടെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ അവർ ചെയ്യുന്ന ജോലികളെ വിലമതിക്കുക, അവരെ സഹായിക്കുക, അവരുടെ കൂടെ നിൽക്കുക. എൻ്റെ ഭർത്താവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മാവ് കുഴച്ചു തരുമായിരുന്നു എന്ന് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന തിരുനബിയെ കുറിച്ച് പറയുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. നമ്മുടെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക്, നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായ ആളായി നാം മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉന്നതമായ പദവികൾ 2 ലോകത്തും നൽകുമാറാകട്ടെ. നമ്മുടെ നാടുകളിലെ ഇലക്ഷൻ റിസൾട്ടിനെ കാത്തിരിക്കുന്ന ആളുകളാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു റിസൾട്ട്, നമ്മൾ ദുനിയാവിൽ ചെയ്ത നന്മകൾ, ആ നന്മകളും തിന്മകളും ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. യൗമുൽ ഹിസാബ്, നമ്മുടെ കണക്കുകൾ എടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. യൗമുസ് സവാബ്, ദുനിയാവിൽ ചെയ്ത നന്മകൾക്കും തിന്മകൾക്കും അല്ലാഹു അക്കമിട്ട് നിരത്തി പ്രതിഫലം നൽകാനുള്ള, ശിക്ഷ നൽകാനുള്ള ഒരു ദിവസം വരാനുണ്ട്. അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഖുതുബ. അത്തരം ദിവസങ്ങളെക്കുറിച്ച് നാം കൂടുതൽ ആലോചിക്കുകയും ഈമാനോടെ ജീവിച്ചു മരിക്കുവാൻ നാം എല്ലാവരും പരിശ്രമിക്കുകയും വേണം. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൾ കബൂൽ ചെയ്യുമാറാകട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും നാളെ സ്വർഗത്തിൽ അല്ലാഹു ഇടം നൽകുമാറാകട്ടെ.